ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂരിൽ യുവാവിന്റെ സ്വകാര്യ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് വഴി 5,05,000 രൂപ തട്ടിയെടുത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘം. ക്രെഡിറ്റ് കാർഡിൽ നിന്നെടുത്ത പണം തിരികെ അടയ്ക്കാത്തതിനെ തുടർന്ന് സിബിൽ നഷ്ടമായതോടെ ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് ഷൊർണൂർ മഞ്ഞക്കാട് വട്ടപ്പറമ്പിൽ അജയ്ക്ക്. കൊച്ചിയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ സോണൽ മാനേജറായിരുന്ന അജയ്യുടെ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളിലുണ്ടായിരുന്ന 2.5 ലക്ഷം രൂപയും ബാങ്ക് അനുവദിച്ചിരുന്ന ജംഗ വായ്പ 2.5 ലക്ഷം രൂപയുമാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത്. ജൂലൈ 25 രാത്രി 8 സംഭവം. വൈകിട്ട് മൊബൈലിലേക്ക് നിരവധി OTPകൾ വന്നു. പിന്നീട് ബാങ്കിന്റെ ആപ്ലിക്കേഷൻ തുറന്നു നോക്കിയപ്പോഴാണ് ക്രെഡിറ്റ് കാർഡിലെ ബാലൻസ് തുക അക്കൗണ്ടിലേക്ക് എത്തുകയും വായ്പയെടുത്തതായും 2 തുകയും പിൻവലിച്ചതായും കാണുന്നത്. 98,000, 99,000, 49,000, 60,000, 9,80,000, 49,500, 1,000, 2,000 എന്നിങ്ങനെ 8 തവണകളിലായി പണം നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ബാങ്കിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. പോലീസിന്റെ സൈബർ സെല്ലിലും പരാതി നൽകി. പിന്നീട് മാനസികമായി തകർന്ന അജയ് 10 ദിവസത്തിനകം ജോലി രാജിവെച്ച് അന്വേഷണം ആരംഭിച്ചു. അക്കൗണ്ട് തുറന്ന HDFCയുടെ ഷൊർണൂർ ബ്രാഞ്ചിലെത്തി അന്വേഷിച്ചു. അക്കൗണ്ടിൽ 15,000 രൂപയോളം ഉണ്ടായിരുന്നെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല. ക്രെഡിറ്റ് കാർഡിലെ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ച് ബാങ്ക് മുൻകൂറായി അനുവദിച്ചിരുന്ന തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ച് അതിൽ നിന്നാണ് പിൻവലിച്ചിരിക്കുന്നത്. ഇതിന്റെ രേഖകളെല്ലാം ബാങ്കിന് കൈമാറി അന്വേഷണം നടത്തി. 1 മാസത്തിന് ശേഷം നഷ്ടപ്പെട്ട 5,05,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ തിരികെ നൽകി 1 മാസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്നും അറിയിച്ചു. ഇതോടെ പ്രശ്നം അവസാനിച്ചെന്ന് അജയ് കരുതി മറ്റൊരു ജോലിക്കായി ശ്രമിച്ചു. പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിന്റെ സോണൽ മാനേജരായി അഭിമുഖവും കഴിഞ്ഞു. ഇതിനിടെ ബാങ്ക് നൽകിയിരുന്ന 5,05,000 രൂപ അടുത്ത ദിവസം തന്നെ പിൻവലിച്ച് 5 ലക്ഷം രൂപ മാത്രം നൽകി. ബാക്കി തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചു. ഫോണിലൂടെയും വിളികളെത്തി. അപ്പോഴേക്കും മാസങ്ങൾ പിന്നിട്ടിരുന്നു. ഇതോടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പിൻവലിച്ച തുകയും വായ്പയായി ലഭിച്ച തുകയും തിരിച്ചടയ്ക്കാത്തതിനാൽ സിബിൽ നഷ്ടപ്പെട്ടു. അഭിമുഖം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായുള്ള പരിശോധനയിൽ സിബിൽ ഇല്ലാത്തതിനാൽ ജോലി ലഭിക്കില്ലെന്ന് അറിയിച്ചു. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ധനകാര്യ സ്ഥാപനങ്ങളിൽ ഉയർന്ന ജോലിയും ഉണ്ടായിരുന്ന അജയ് ഇപ്പോൾ ജോലി ലഭിക്കാതെ അച്ഛനൊപ്പം ഷൊർണൂരിലെ പച്ചക്കറിക്കടയിൽ വിതരണക്കാരനായി ഇരിക്കുകയാണ്. മൊബൈൽ ഹാക്ക് ചെയ്തതാണെന്ന രീതിയിലായിരുന്നു പലരും അറിയിച്ചത്. എന്നാൽ മറ്റ് 4 ബാങ്കുകളുടെ ആപ്ലിക്കേഷനുകളും അതിൻ്റെയെല്ലാം ക്രെഡിറ്റ് കാർഡുകളുമുള്ള അജയ് അതിൽ നിന്നൊന്നും പണം നഷ്ടപ്പെടാത്തതിനാൽ HDFC ബാങ്കിന്റെ സാങ്കേതിക പ്രശ്നം കാരണമാണ് പണം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. പണം നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ 6 മാസത്തോളമായി ഇതിനു പുറകിൽ നടക്കുന്ന അജയ് ഇപ്പോൾ കേസ് തെളിയിച്ച് തനിക്ക് നഷ്ടപ്പെട്ട ജോലിയും സിബിലും തിരികെ ലഭിക്കാൻ നിയമ പോരാട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകി. അന്വേഷണം ആരംഭിച്ചതായി ഇൻസ്പെക്ടർ രവികുമാർ പറഞ്ഞു. അതേസമയം ബാങ്ക് മാനേജറെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. എനിക്ക് ഷൊർണൂർ HDFC ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടിൽ ഏകദേശം നമ്മുടെ ക്രെഡിറ്റ് കാർഡിനാണ് ഈ ഹാക്കേഴ്സ് കയറി ഹാക്ക് ചെയ്ത എമൗണ്ട് കാര്യങ്ങൾ. ക്രെഡിറ്റ് കാർഡ് 2 ക്രെഡിറ്റ് കാർഡിലായിട്ടാണ് എമൗണ്ട് ഹാക്ക് ആയിരിക്കുന്നത്. ടോട്ടലി 2.5 ലക്ഷം രൂപ ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. അതിനാണ് ഇങ്ങനെ ഹാക്ക് ചെയ്ത് അതിന്റെ പേരിൽ ഒരു ജംബോ ലോണും കാര്യങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു 5,05,000 രൂപയാണ് ഹാക്കേഴ്സ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ എതിരെ നമ്മൾ ബാങ്കായിട്ട് സമീപിച്ചു, സൈബറായിട്ട് സമീപിച്ചു, അതേപോലെ പോലീസായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും യാതൊരു എവിഡൻസ് കാര്യങ്ങളൊന്നും ബാങ്കും പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ സൈബറിനും യാതൊരു റിപ്പോർട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോണല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ജോബിന് കയറാൻ പറ്റുന്നില്ല. കാരണം ഞാനൊരു ഫൈനാൻസിങ് മാനേജർ ആയതുകൊണ്ട് എല്ലാവരും സിബിൽ ചെക്ക് ചെയ്യും. സിബിൽ 780 സിബിൽ സ്കോർ ഉണ്ടാകുന്ന എനിക്കിപ്പോൾ 650 സിബിൽ കാണിക്കുന്നത്. അപ്പോൾ കുറെ റിജക്ഷനും കാര്യങ്ങളും ഇതിനാൽ വരുന്നുണ്ട്. അപ്പോൾ കരിയർ ലോസും ഇതിൽ പെട്ടതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. ഇതിന്റെ ഒരു ബാങ്ക് മാനേജർക്കും അതേപോലെ തന്നെ സൈബറിന് യാതൊരു ഉത്തരവാദിത്തമില്ല. അതേപോലെ തന്നെ ബാങ്കിന്റെ ഇൻസെക്യൂരിറ്റിയാണ് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പല അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ICICI ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫെഡറൽ ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇവരിന്ന് ഒന്നും പൈസ എടുക്കാണ്ട് ഈ HDFC അക്കൗണ്ടിൽ നിന്ന് മാത്രം ഹാക്കിംഗ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരം ബാങ്ക് മാനേജർക്കും ഇല്ല, ആർക്കും ഇല്ല. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.